ഇന്ന് കാലത്ത് തന്നെ ചെറിയ പണി കിട്ടിയിട്ടാ വണ്ടിയുടെ എ സി പോയി. തീരുമ്പോ പണി തരുന്ന എന്റെ വണ്ടിയുടെ ഒരു ഹോബി ആയിട്ടാ. അങ്ങനെ വർക്ക്ഷോപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്തപ്പോ എ സിക്ക് വലിക്കാനായിട്ട് തുള്ളി ഗ്യാസിലേക്ക് പിന്നെ ഇങ്ങനെ തണക്കുക. അപ്പോഴാണ് ഇവിടുത്തെ ഒരു ആട്ടാറൈറ്റ് തിന്നണ്ടേ ഒരു കിണ്ണം കാച്ചി കൊറോള സഡാൻ വണ്ടി എന്നൊക്കെ പറയുമ്പോ ഇതാണുള്ള സാധനം. കണ്ടു കഴിഞ്ഞാൽ ആരായാലും നോക്കി പോണ അമ്മ അതിന് ഐറ്റം ഇത് കൊടുക്കണ്ടാവോ. അങ്ങനെ കാറിൽ ഫുള്ളും ഗ്യാസും കയറ്റി എ സി ഇട്ട് പോവല്ലെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ഗംഭീര മഴ. ഉച്ചത്തെ ഷൂട്ടും കഴിഞ്ഞ് വീടെത്തിപ്പോ രാത്രി അപ്പൊ തന്നെ വിട്ടു കുരിയച്ചിറ പള്ളിക്ക്. കുട്ടനെല്ലൂര് തൊട്ട് അഞ്ചേരിച്ചിറ വരെ ഗംഭീര ബ്ലോക്ക്. എന്തുട്ട സംഭവം ഒന്നും മനസ്സിലാവില്ലേ. അങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തിക്കേറി കുരിയച്ചിറ പള്ളി എത്തിയിട്ട് ഇവിടെ എത്തിയപ്പോ ഗംഭീര തിരക്ക്. ഇന്ന് പെയ്ത മഴ നമ്മുടെ ഊട്ടിനെ ബാധിക്കുന്നാട്ടോ വിചാരിച്ചേ, പക്ഷെ പ്രതീക്ഷിച്ചേക്കളും ഗംഭീര തിരക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഊട്ടും അമ്പലത്തിലെ പ്രസാദ് ഊട്ടൊക്കെ ആരും മിസ്സാകാലേ. ഇവിടുത്തെ ഊട്ട് കമ്മിറ്റി ഒക്കെ ഭയങ്കര ഉഷാറാട്ടാ, ചാടി നിൽക്കണ എല്ലാരും. നമ്മുടെ കുരിയച്ചിറ പള്ളിയിൽ ഈ കൊല്ലത്ത് ഊട്ടിന് 10,000-ലധികം പേരാട്ട പങ്കെടുത്തേക്കണേ. അങ്ങനെ ഞാനൊരു പ്ലേറ്റ് മേടിച്ച് ഊട്ട് മേടിക്കാൻ പോവാട്ടാ. ആദ്യം ചോറ്, പിന്നെ സാമ്പാർ, പിന്നെ കൂട്ടുകറി, മവിയിലും അതുപോലെ ഇഞ്ചാമ്പുളി, മച്ചാറും പപ്പടവും. അടിപൊളി ഊട്ട്. പിന്നെ അടിപൊളി ആട്ടപ്രഥവൻ പായസം ഉണ്ടായിരുന്നു കേട്ടാ. ഊട്ടെന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ നിന്ന് കഴിക്കണട്ടാ, അതിന്റെ ഒരു സുഖം വേറെ. ഈ കൊല്ലത്തെ കുരിയച്ചിറ പള്ളിയിൽ ഊട്ട് അടിപൊളിയായിരുന്നു കേട്ടാ. ഊട്ട് കഴിഞ്ഞ് നേരെ നേർച്ചിടാൻ പോട്ടാ. നേർച്ചിട്ട് കഴിഞ്ഞപ്പോ പൊരി ഉണ്ണിയപ്പോ എല്ലാം കഴിഞ്ഞത് പള്ളിയിൽ ഉള്ളി കയറിയിട്ടാ. ആദ്യമായിട്ടാ ഞാൻ കുരിയച്ചിറ പള്ളിക്ക് കയറണേ. എന്തുറ്റ പള്ളി 9 മണി ആവാറായിട്ടാ. എന്നാലും ഊട്ടിന്റെ തിരക്കിന് ഒരു കുറവില്ല. അങ്ങനെ ഊട്ടും കഴിഞ്ഞ് തിരിച്ച് ഒല്ലൂര് വഴി വന്നപ്പോ ഒല്ലൂര് പള്ളിയിൽ പെരുന്നാൾ. ഇതൊക്കെ ആരറിയണല്ലേ. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ഒരു അമ്പം കണ്ട് ഞങ്ങള് വീട്ടിൽ പോയിട്ടാ. അപ്പൊ ശരി.